ഏർവാടിയിൽ അതിപ്രശസ്തമായ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ആരിഫ് അതുപോലെ സാബിത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ മാപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഒരു തീരപ്രദേശത്തോടടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു കിണറുണ്ട്. അതായത് ബീച്ചിനോട് സാധാരണ നമുക്കറിയാം കടൽ ജലം ഉപ്പുവെള്ളമാണെങ്കിലും കടൽ ജലത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കിണറാണ്. കിണറിൽ നിന്ന് ശുദ്ധജലം ലഭിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു കറാമത്ത് ഉള്ളൊരു സ്ഥലമായാണ് ഇതിനെ കണക്കാക്കുന്നത്. നമ്മളെ ഈ പാറപ്പള്ളിയിലൊക്കെ ഉള്ളതുപോലെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആടുകളൊക്കെ കാണാൻ സാധിക്കും. ആടിന് ക്ഷാമമുള്ളവർ വന്നാൽ ആട് ബിരിയാണി എന്നൊക്കെ കണ്ട് നമ്മൾ യൂട്യൂബിൽ ഒരു ഫിറാസ് ഖാൻ്റെ വീഡിയോ കാണാനും പകരം ഇവിടുന്ന് ഒരു ആടിനെ പിടിച്ചോണ്ടേ കണ്ട് അത് 4 നേരത്തെ ആടിനെ പിടിച്ചോണ്ടെന്നാൽ ആരിഫേ. അപ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മൾ കുപ്പിയൊക്കെ എടുത്ത് വന്നെ വെള്ളം നിറയ്ക്കാം. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? എന്തുകൊണ്ടും നമ്മുടെ യാത്ര ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയ സ്ഥലമാണ്. അപ്പൊ നമുക്ക് സാബിത്തിലേക്ക് ക്യാമറമാൻ നമുക്ക് സാബിത്തിലേക്ക് കിടക്കാം. സാബിത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്താണ് ഈ ഒരു സാഹചര്യത്തെ കുറിച്ച്, ഈ ഒരു സ്ഥലങ്ങളെ കുറിച്ച്, ഇവിടുത്തെ ആളുകളെ കുറിച്ച്, ഈ യാത്രയോട് എന്തുകൊണ്ട് യോജിച്ച സ്ഥലങ്ങളാണ്? മനോഹരമായ വീടുകൾ കാണാൻ, മനോഹരമായ കുട്ടികൾ കാണാം, മനോഹരമായ ആൾക്കാരെ, വ്യത്യസ്തമായ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണാം. നമുക്ക് യാത്ര എന്ന് പറഞ്ഞാൽ വെറും ട്രിപ്പും വലിയ ഹോളിഡേയ്സ് സ്ഥാപനങ്ങളൊന്നുമില്ല പോലെ നമ്മളിങ്ങനെ പ്രദേശങ്ങളെ ഇറങ്ങി സന്ദർശിച്ച് അവരുടെ സാഹചര്യങ്ങൾ എന്തൊക്കെ നമ്മളൊക്കെ വിലയിരുത്തിയാണ് നമ്മുടെ യാത്ര കൊണ്ട് പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് നമുക്ക് വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ കാണാം. അതെ, നമുക്ക് ഇനി കുറച്ച് മുന്നിലോട്ട് സഞ്ചരിക്കാം. നമുക്ക് സാബിത്തിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഇവിടുത്തെ ആളുകളെയും എല്ലാവരെയും ഇഷ്ടപ്പെട്ടു എന്നാണ് ഒറ്റ വാക്കി നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ആടുകൾ എടുത്ത് വരേണ്ട സംഭവമാണ്. അതുപോലത്തെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ കൈകളിൽ